ഹലോ എല്ലാവരും എന്തെടുക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് റോസ്മേരിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റീച്ചുണ്ട്, ഒത്തിരി പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇതിനെക്കുറിച്ചിട്ട് കുറേ ഇങ്ങനെ എല്ലാവർക്കും കുറേ സംശയങ്ങളും കുറേ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണത് റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറീസ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് റോസ്മേരിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലേ, ഫോളോ ചെയ്യണം കേട്ടോ. SimplyMyStyle എന്നാണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൻ്റെ പേര്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ അവിടെ കുറേ ഇങ്ങനെ ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്, സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറേ അപ്പോൾ പറയുന്നല്ലേ. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഞാൻ റോസ്മേരി എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിട്ടിട്ടുള്ള വീഡിയോ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ. റോസ്മേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എസെൻഷ്യൽ ഓയിലായിട്ട് മേടിക്കാൻ പറ്റും, ലീവ്സ് ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഓയിലിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് റോസ്മേരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലാത്തവർ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റത്തെ മിസ്റ്റേക്സ് എല്ലാവരും മിക്ക ആളുകൾ ചെയ്ത് പോകുന്നത് ഇത് ഡൈല്യൂട്ട് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ റോസ്മേരിയുടെ ലീവ്സ് മേടിക്കണം എന്നില്ല അല്ലേ, ലീവ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ എസെൻഷ്യൽ ഓയിലായിരിക്കും യൂസ് ചെയ്യണത്. ലീവ്സ് ആണെങ്കിലും എസെൻഷ്യൽ ഓയിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും എസെൻഷ്യൽ ഓയിൽ ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലോട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് പൊള്ളി പോകാനായിട്ടും ഹെയർ ഫോൾ കൂടാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ്ലി സ്കാൽപ്പിലോട്ട് യൂസ് ചെയ്യരുത്. കാരണം അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ ഡയറക്റ്റ്ലി ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ലീവ്സ് ആണെന്നുണ്ടെങ്കിലും അത് കുറച്ച് വെള്ളത്തിൽ ഒരുപാട് ലീവ്സ് ഇട്ട് അത്രയും കോൺസെൻട്രേറ്റഡ് ഫോമിൽ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യരുത്. അതും നിങ്ങളുടെ ഹെയർ ഫോൾ കൂട്ടും, അതുപോലെ മുടി ഡാമേജ് ആക്കാനായിട്ട്, സ്കാൽപ്പിൻ്റെ ഹെൽത്ത് തന്നെ ഒന്ന് ഇംബാലൻസ് ആക്കാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ എസെൻഷ്യൽ ഓയിലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇപ്പോൾ ഞാൻ സ്പ്രേ ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞത്. 2 ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഈ എസെൻഷ്യൽ ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് എങ്ങാനും ജസ്റ്റ് അതൊന്ന് ചൂടാവണം. അതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എസെൻഷ്യൽ ഓയിൽ ഓൾറെഡി അതൊരു പോട്ടൻറ്റ് ഫോമിലല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് എസെൻസ് ഒന്നും എടുക്കാനില്ല. ജസ്റ്റ് ആ വെള്ളമായിട്ടൊന്ന് ബ്ലെൻഡായി ഒരുമിപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് നേരിട്ട് സിമ്മിലിട്ട് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി നിങ്ങൾ ലീവ്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം 2 ഗ്ലാസ് വെള്ളം എടുക്കുക. 2 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണിൽ ഈ ലീവ്സ് ആഡ് ചെയ്യുക. അതിൽ കൂടുതൽ ലീവ്സ് ആഡ് ചെയ്യേണ്ട. ഇത് ആഡ് ചെയ്യണത് ഈ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ഇത് ആഡ് ചെയ്തിട്ട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവറായിട്ട് കുക്കായിപ്പോയി നമുക്ക് അതിൻ്റെ ആ ഒരു എസെൻസ്, ആ ഒരു പ്രോപ്പർ ബെനിഫിറ്റ്സ് നമുക്ക് സ്കാൽപ്പിൽ കിട്ടണമെങ്കിൽ അത് ചെറു ചൂടിൽ, അതായത് സിമ്മിനകത്ത് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ്സ് മാത്രം സിമ്മിൽ വെച്ചാൽ മതി. 20 മിനിറ്റ്സും വേണ്ട, ഒരു 10-15 മിനിറ്റ്സ് വയ്ക്കാം. അതിൽ കൂടുതൽ നിങ്ങളത് സിമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് ബ്ലെൻഡായി വരുമ്പോൾ ഒരു ചെറിയൊരു കളറ് മാറി നമ്മുടെ വെള്ളം വരും. എന്നിട്ട് ഈ വെള്ളം കൂളാവാനായിട്ട് വെക്കാം. ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ചൂടാറണം, അത്രമാത്രം. അങ്ങനെ ചൂടാറണ വരെ ഇത് നമുക്ക് അങ്ങനെ വെക്കാം. അതിനുശേഷം ഈ ഒരു വാട്ടർ നമുക്കൊരു ബോട്ടിലോട്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും നിങ്ങൾ 1 വീക്ക് വരെ മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. 1 വീക്ക് കഴിയുമ്പോഴേക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം. പണിയൊന്നുമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 വീക്ക് മാത്രം ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് വളരെ ഡാർക്കായിട്ട് കൂളായിട്ടുള്ള സ്ഥലത്ത്, സൺലൈറ്റ് ഒട്ടും അടിക്കാത്ത സ്ഥലത്ത്, ടൈറ്റ് ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഈ വെള്ളം ആക്കിയിട്ട് കൂളായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അത് നിങ്ങൾക്ക് മാക്സിമം 2 ദിവസം വരെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതും യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനെന്തെങ്കിലും മണവ്യത്യാസം വന്നിട്ടുണ്ടോ, അതുപോലെ എന്തെങ്കിലും വെള്ള കളറിൽ പാട് പോലെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും റെസിഡ്യൂസ് നിങ്ങൾ മുമ്പ് ഇല്ലാതിരുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തലയിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഫ്രഷ് കണ്ടീഷനിലുള്ളത് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ 2 ദിവസം മാത്രം നിങ്ങൾ ഫ്രിഡ്ജില്ലെങ്കിൽ വെളിയിൽ വെച്ച് യൂസ് ചെയ്തിരുന്നാൽ മതി.
ഇനി അടുത്തത് നിങ്ങൾ റോസ്മേരിയുടെ ഓയിലാണ് ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 100 ml ഒരു കാരിയർ ഓയിൽ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കാരിയർ ഓയിൽ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് എണ്ണയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് 100 ml ആ ഒരു കാരിയർ ഓയിൽസ് എടുക്കുക. അതിലോട്ട് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ആഡ് ചെയ്യുക നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1-2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കാൽപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത് നോക്കുക. അതായത് ഇപ്പോൾ ഇച്ചിനെസ് ഉണ്ടോ, ഡാൻഡ്രഫ് വരുന്നുണ്ടോ, ഹെയർ ഫോൾ കൂടുന്നുണ്ടോ, അതോ ഹെയർ ഫോൾ മാറുന്നുണ്ടോ, തല നല്ല ഒരു രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം നിങ്ങളിത് കൂടുതൽ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഒരുപാട് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് മുടി വളരുമെന്ന് വിചാരിച്ചിട്ട് കുറേ ഡ്രോപ്സ് ആഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഡ്രോപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, നമ്മളുടെ എല്ലാവരും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോൾ എനിക്കൊരു സാധനം വർക്ക് ചെയ്തെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. പലവരും പല രീതിയിലുള്ള സ്കാൽപ്പ് കണ്ടീഷൻസ് ഉള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടിട്ടൊക്കെ മാത്രം യൂസ് ചെയ്യുക. പെട്ടെന്ന് പോയിട്ട് ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെയർ ഫോളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ആദ്യമേ കുറച്ചൊന്ന് നമ്മുടെ തലമുടിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് ഇത് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം പയ്യനെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. ഉടനെ പെട്ടെന്ന് തന്നെ ചെയ്യരുത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക്. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഒരു ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്യാണ്ടിരിക്കാം. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കരുത്. അതായത് നിങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഹെയർ വാഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഹെയറിൽ സ്പ്രേ ചെയ്ത് ഒരു 1 വീക്ക് ഹെയറിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനൊട്ട് നല്ലതല്ല. കാരണം ഇത് ഹെയർ സ്പ്രേ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹെയർ സ്പ്രേയിൽ റോസ്മേരി ഇട്ട് കഴിയുമ്പോൾ അത് ഓയിലാണ് അല്ലേ, ആ ലീവ്സിൽ നിന്നാണെങ്കിൽ ഓയിലാണ് ഇറങ്ങി വരുന്നത്. അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്താൽ അത് ഓയിലാണ്. ഓയിൽ ഓൾവേസ് നമ്മൾ ഡേർട്ടിനെ അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് സ്കാൽപ്പിൽ ഇട്ട് കഴിയുമ്പോഴേക്ക് സ്കാൽപ്പിലോട്ട് ഡേർട്ട് വരും. നമ്മൾ വെളിയിലൊക്കെ ഇപ്പോൾ കോളേജിൽ പോവാണ്, സ്കൂളിൽ പോവാണ്, നിങ്ങൾ ഓഫീസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡേർട്ട് അട്രാക്ട് ചെയ്ത് സ്കാൽപ്പിൽ ബിൽഡപ്പ് വരും. ഇങ്ങനെ ബിൽഡപ്പ് വന്നു കഴിയുമ്പോൾ എന്താ പറ്റുക, നമ്മൾ ഇട്ട് കൊടുക്കുന്ന എണ്ണയും കാര്യങ്ങളും ഒന്നും നമ്മുടെ സ്കാൽപ്പിലോട്ട് കയറത്തില്ല. അതിൻ്റെ പുറമെ ഇങ്ങനെ ഇരുന്ന് ഡാൻഡ്രഫ് വരാനും അതുപോലെ മുടി കൊഴിയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹെയറിൽ ഇപ്പോൾ സ്പ്രേ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വാട്ടർ ഞാൻ എടുത്ത് പറയാൻ കാര്യം, നമ്മൾ എണ്ണയാണ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യുക അല്ലേ. അല്ലാതെ നമ്മൾ എണ്ണ തലയിലിട്ടിട്ട് നമ്മൾ വെളിയിൽ പോകില്ല. പക്ഷേ ഇത് വാട്ടർ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഹെയർ സ്പ്രേ ചെയ്തിട്ട് മുടി വാഷ് ചെയ്യാനുള്ള മടി കാരണമൊക്കെ വാഷ് ചെയ്യാണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ റെസിഡ്യൂസ് വന്നിട്ട് ഡാൻഡ്രഫ് വരാനും ഹെയർ ഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഹെയറിൽ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കഴുകിക്കോ. അത്രയും നേരം വെക്കണതിന് പ്രശ്നമില്ല. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഒരുപാട് പൊടിയൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൾവേസ് ബെറ്റർ ഇന്ന് രാത്രി നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മോർണിംഗ് നിങ്ങൾ വാഷ് ചെയ്യുക. എപ്പോഴൊക്കെയാണോ ഹെയർ വാഷ് ചെയ്യണം, ഇപ്പോൾ നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യണതിന് മുമ്പായിട്ട് ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോർമലി ഹെയർ ഡെയിലി വാഷ് ചെയ്യുന്ന ആളുകളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോസ്മേരി ഓയിൽ മുടി വളരുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും രണ്ടും കൂടി പെട്ടെന്ന് മുടി വളരുമെന്ന് വെച്ചിട്ട് ഒരുമിച്ച് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ടിനും കാരണം നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം പണ്ടൊക്കെ ഇങ്ങനെ പറയത്തില്ല, എന്താ ഹോർലിക്സ് നല്ലതല്ല, ഹോർലിക്സ് അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുമല്ലോ, ഹോർലിക്സ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോർലിക്സ് വെച്ച് പുട്ടുണ്ടാക്കി കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ളും കൂടിയിട്ട് നമ്മളിട്ട് പെട്ടെന്ന് മുടി വളർത്താനായിട്ട് നിങ്ങൾ നോക്കരുത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളുള്ളതുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾ മെസ്സേജ് ഇട്ടപ്പോൾ ഒത്തിരി പേര് അങ്ങനെ അയച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് റിസൾട്ട് ഭയങ്കരമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരില്ല. ചിലപ്പോൾ അത് ഈവൻ വേഴ്സ് ആക്കാൻ, നമ്മുടെ ഹെയർ ഫോൾ കൂട്ടാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് സഹായിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദിവസം എണ്ണ ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഈ 4 ഡ്രോപ്പ് 7 ഡ്രോപ്പൊക്കെ നിങ്ങൾ 100 ml ഓഫ് ഓയിലിട്ടിട്ട് ഇത് എല്ലാ ദിവസവും ഇത്രയും 4-7 ഡ്രോപ്പോളം സാധനം എല്ലാ ദിവസവും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് അത് എടുക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു ബേണിങ് ഒരു എഫക്റ്റ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇത് വിചാരിച്ചുകൊണ്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 തവണ എങ്ങനെ യൂസ് ചെയ്താൽ മതി. സ്പ്രേ ആണെന്നുണ്ടെങ്കിലും അതെ, എല്ലാ ദിവസവും രാത്രിയിൽ സ്പ്രേ യൂസ് ചെയ്തിട്ട് കിടക്കണമെന്നില്ല. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എന്തും നമുക്ക് സ്ലോലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴും സ്ലോലി കുക്ക് ചെയ്യണ ഫുഡിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് പറയത്തില്ല. അപ്പോൾ അതുപോലെ അതുമായിട്ടൊരു ബന്ധമില്ല, എന്നാലും അതുപോലെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഓൾവേസ് പയ്യനെ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നല്ല, നമുക്ക് കറക്റ്റ് ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ഭയങ്കര റിസൾട്ട് കിട്ടാനായിട്ട്. ഓൾവേസ് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുക.
കളയുക, ബാക്കി ദിവസം നിങ്ങൾ ഹെയർ ഫ്രീ ആക്കി വിടുന്നത് തന്നെയാണ് നല്ലത്. ഇനി അടുത്തത് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ വേറെ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഓയിലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ കാച്ചിയ എണ്ണ, അതിനകത്ത് ഇപ്പോൾ അലോവേര ഇട്ടിട്ടുണ്ട്, ബ്രിങ്കരാജ് ഇട്ടിട്ടുണ്ട്, ആംല ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല പല ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ ഈ ഒരു റോസ്മേരിയുടെ ഓയിലിട്ട് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്, ഭയങ്കര മിസ്റ്റേക്കാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് റോസ്മേരിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വേറെ ഇൻഗ്രീഡിയൻ്റ് ഉള്ള എണ്ണയുടെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് അറിയണമെന്നില്ല. കാരണം ഈ ആംലയുടെ ബെനിഫിറ്റ് വേറെയാണ്, ബ്രിങ്കരാജിൻ്റെ ബെനിഫിറ്റ് വേറെയാണ്. ഇത് രണ്ടും ഈ റോസ്മേരിയും ബ്രിങ്കരാജും കൂടി കൂടുമ്പോൾ ചിലപ്പോൾ അതിനുണ്ടാവുന്ന എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പല ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ആകുമ്പോഴേക്കും വരണ ബെനിഫിറ്റ് മാറില്ലേ. അപ്പോൾ അതുപോലെ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് എണ്ണയിൽ ഉപയോഗിക്കേണ്ട, ഈ റോസ്മേരിയുടെ കൂടെ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു റോസ്മേരി ഉള്ളതുകൊണ്ടാണോ ഹെയർ ഗ്രോ ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അതുപോലെ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ഓയിൽ, ഇന്ദുലേഖയുടെ ഓയിൽ, അങ്ങനെ പല പല ഓയിൽസിൻ്റെ കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട. എന്നാൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കേണ്ട, നമ്മുടെ മുടിയുടെ കാര്യമല്ല, എല്ലാവർക്കും ഒരേപോലെ ഹെൽപ്പ് ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നതിനകത്ത് 1-2 മെസ്സേജസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കാച്ചി എണ്ണയുടെ കൂടെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഹെയർ ഫോൾ ഉണ്ടായി. ഇനീഷ്യൽ സ്റ്റേജിൽ ഹെയർ ഫോൾ ഇല്ലായിരുന്നു, പിന്നീട് ഹെയർ ഫോൾ വന്ന പോലെ ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരാം, ഹെയർ ഫോൾ ആകാം, ഇങ്ങനെ മിക്സ് ചെയ്ത് വേറെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ്ട് തനിയെ കാരിയർ ഓയിലിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസ്മേരിയുടെ വാട്ടറും അതുപോലെ ഓയിലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കാൽപ്പിൽ യൂസ് ചെയ്ത് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഐബ്രോസിലും കൺപീലിയിലൊന്നും യൂസ് ചെയ്യണ്ട. ഇനി അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ആളുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അങ്ങനെ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ സേഫായിട്ട് കറക്റ്റായിട്ട് എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഐബ്രോസിലും ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചിങ്ങനെ ഒരു ബേണിങ് സെൻസേഷൻ ഉള്ള സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനടുത്താണ്, കൺപീലി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കൺപീലിയും ഇതൊക്കെ വളരാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ ട്രൈ ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുമ്പ്. പക്ഷേ ഈ സാധനങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ ബെറ്റർ കുറച്ചുകൂടിയൊക്കെ റിസർച്ച് ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ ആളുകളോടൊക്കെ ചോദിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതല്ലാതെ ഉപയോഗിക്കേണ്ട. കാരണം എനിക്കിങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു, അങ്ങനെ യൂസ് ചെയ്തിട്ട് അവർക്ക് കണ്ണിന് ചൊറിച്ചിൽ വന്ന് അങ്ങനത്തെ കണ്ണ് നീറുന്ന ഐറ്റംസുകളൊന്നും കണ്ണിലോട്ട് കൊണ്ടുവരാത്തതാണ്. കണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ മുടി വളരണതോ മുടിയുടെ ആ ഒരു സൗന്ദര്യം, ആ ഒരു സംഭവത്തിനെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് തൊട്ട് നിങ്ങൾ കളിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് മുടി വളരും, തലയിൽ മുടി വളരുന്നത് കണ്ടിട്ട് നിങ്ങൾ കൺപീലിയിലും പുരികത്തിലൊന്നും ഇട്ട് മുടി വളർത്താനായിട്ട് ശ്രമിക്കേണ്ട. ഓക്കെ, അതൊക്കെ ചിലപ്പോൾ നമുക്ക് അത്ര നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്നില്ല. ചിലവർക്ക് മേ ബി വളർന്നിട്ടുണ്ടാകാം, എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓൺ റിസ്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. പക്ഷെ അല്ലാതെ ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് മിസ്റ്റേക്ക് എന്ന് പറയാമെന്ന് അറിയില്ല, നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എനിക്കിങ്ങനെ വന്നിട്ടുള്ള മെസ്സേജസിൽ മുഴുവൻ കറക്റ്റ് എത്ര ദിവസം കൊണ്ട് ഹെയർ വളരും, കറക്റ്റ് എത്ര ദിവസം കൊണ്ട് ഹെയർ വളരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഹെയർ യൂസ് ചെയ്യാൻ ഇത് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങളങ്ങനെ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഇതൊരു മാജിക്കൽ സീറോ ഇല്ലെങ്കിൽ മാജിക്കായിട്ടുള്ള ഇപ്പം നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുടി ടപ്പയെന്ന് പറഞ്ഞ് വളരും, അങ്ങനത്തെ നമ്മുടെ ക്ലിക്ക് ബെയ്റ്റ് പോലത്തെ സംഗതികളൊന്നുമല്ല. അത് ഗ്രാജുവലി പയ്യനെ വളരാം. ചിലവർക്ക് ഫാസ്റ്റായിട്ട് വളരാം, ചിലവർക്ക് സ്ലോ ആയിട്ട് വളരാം, ചിലവർക്ക് മുടി കൊഴിയാം, ചിലവർക്ക് ഡാൻഡ്രഫ് മാറാം, ചിലവർക്ക് ഡാൻഡ്രഫ് വരാം. അപ്പോൾ ഇത് പല ആളുകളിലും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇപ്പം ഇന്നത് തന്നെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ഇത്രയും മുടി വളരുമെന്ന് നിങ്ങൾ വിചാരിക്കാണ്ട് പയ്യനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണ്ട. ഇത് മുടി വളരുമെന്ന് എനിക്കങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഉറപ്പൊന്നും പറയണില്ല. കുറേ ആളുകൾക്ക് വളർന്നിട്ടുണ്ട്, കുറേ ആളുകൾക്ക് വളരാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ടത് ഇതൊരു മാജിക്കൽ ഹെയർ ഗ്രോത്ത് സിറം ഇല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സംഗതിയാണെന്നൊന്ന് വിചാരിക്കാണ്ട് ജസ്റ്റ് നമ്മൾ ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രം കണ്ടുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ഇച്ചിരി ഓവർ മേക്കപ്പ് ഇട്ടതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അടിച്ചുകൊണ്ടാട്ടോ ഞാൻ കൺസീലറാണ് ഇട്ടിട്ടുള്ളത്. കൺസീലർ ഇട്ടിട്ടും ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇട്ടു കേട്ടോ. ഞാൻ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഹൈലൈറ്റർ ഇടുന്ന ടെക്നിക്ക് കണ്ടു. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് വ്യത്യസ്തമുള്ള രീതിയിൽ ഇന്ന് ഹൈലൈറ്റർ ഇട്ടത്. അപ്പോൾ ശരി ഇതായി പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്തിരി മേക്കപ്പ് കൂടിയിട്ടുള്ള പോലെ ഉണ്ടോ? എനിക്ക് ഇനി ഇവിടെ ഇത്തിരി ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ?
ഓക്കെ, എനിവേ അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷേ എനിക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലൈറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫീൽ വരും. ഇതിപ്പോൾ എനിക്കിങ്ങനെ സ്റ്റോറീസൊക്കെ എടുക്കണ പോലത്തെ ഒരു ഫീൽ എനിക്ക് ഇങ്ങനെ ഫോൺ വെച്ചെടുക്കുമ്പോഴേക്ക് വരണേ. ഓക്കെ, ഇച്ചിരി വെള്ളം കുടിയാലേ. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റോസ്മേരി ഓയിലാണെങ്കിലും വാട്ടർ ആണെന്നുണ്ടെങ്കിലും ഡേർട്ടി ആയിട്ടുള്ള സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ മുടി ഒട്ടും കഴുകാതെ മുടി നിറയെ പൊടി പിടിച്ചിരിക്കുന്ന മുടിയിലാണ് വീണ്ടും ഈ സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുണം ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിലുള്ള ആ ഒരു പോഴ്സൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും ഈ അഴുക്ക് വന്നിട്ട്. ആ അടഞ്ഞിരിക്കുന്ന അഴുക്കിലോട്ട് നമ്മൾ ഈ എണ്ണ ഇട്ടാലും സ്പ്രേ ഇട്ടാലും ഒന്നും അത് അത്രയും അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള, അതായത് ഒരുപാട് ഡേർട്ടി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് കഴുകി കളഞ്ഞിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ട്രീറ്റ്മെൻറ്റ് വൈസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഴുക്ക് പിടിച്ചിട്ടുള്ള മുടിയിലോട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റ്സ് ആണെങ്കിലും ഇടാം. കമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ. പിന്നെ ഏത് ഓയിലാണ്, ഏത് ലീവ്സാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സോൾഫ്ലവറിൻ്റെ മാമാർത്തിൻ്റെ ആണ്. എനിക്ക് മാമാർത്തിനേൽ ഇത്തിരി കൂടി സോൾഫ്ലവർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് എസെൻഷ്യൽ ഓയിൽ. പിന്നെ ലീവ്സ് ആണെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് റേറ്റിംഗ് കൂടിയിട്ടുള്ള ഒരു ലീവ്സ് എടുത്തതേ ഉള്ളൂ. അത് നമുക്ക് കംപ്ലീറ്റ്ലി നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ റോസ്മേരിയുടെ ചെടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഓക്കെ, പിന്നെ ആരോ മെസ്സേജ് കണ്ടു, ഇത് മണത്ത് നോക്കിയപ്പോഴേക്കും യൂക്കാലിപ്സിൻ്റെ പോലത്തെ മണമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണോ എന്ന്. ഈ റോസ്മേരിക്ക് ഒരു മിൻറ്റി മണമാണ് ഇട്ടുള്ളത്. ഒരു ബേണിങ് പോലത്തെ, ഒരു പുക പോലത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന മണമില്ലേ, അങ്ങനത്തെ ഒരു മിൻറ്റിൻ്റെ യൂക്കാലിപ്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു മണമാണ് ഉള്ളത്. അത് നോർമലായിട്ടുള്ള മണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ആണോ ഏതൊരു സ്പ്രേ നല്ലതാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോസ്മേരിയുടെ വാട്ടർ ഞാനത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഞാനത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് അല്ലെങ്കിൽ റീൽ ചെയ്യുന്നതായിരിക്കും. ഞാനപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ല. വേറെ റോസ്മേരി സിറമാണോ ഇങ്ങനെ DIY ചെയ്യണമാണോ ബെറ്റർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾവേസ് സജസ്റ്റ് ചെയ്യുക DIY ചെയ്യാനാണ്. കാരണം സിറത്തിനകത്ത് വേറെയും പല ഇൻഗ്രീഡിയൻസ് വരുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ആളുകളാണെങ്കിൽ സിറം യൂസ് ചെയ്യാം. കാരണം അത് കൺവീനിയൻ്റ് ആണല്ലോ കൂടുതൽ. ഇനി DIY നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സമയം ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇത്രയും പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് DIY ആണ് ബെറ്റർ എന്നാണ്. കുറേ പേര് അതിന് എഗെയിൻസ്റ്റാണ്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ മുടി എപ്പോൾ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ DIY യൂസ് ചെയ്യുമ്പോഴാണ് എൻ്റെ മുടി ഹെൽത്തി ആയി വരാറുള്ളത്. കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ട് വരാറുള്ളത് അങ്ങനെയാണ്. സ്കിൻ കെയർ ആണെങ്കിലും മുഖഎനിക്ക് മൊത്തത്തിലാകെ ഇപ്പോൾ കുറേ ദിവസം മേക്കപ്പൊക്കെ ഇട്ട് അലമ്പായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫേസ് പാക്ക് വീട്ടിലുണ്ടാക്കണത് ഇടുമ്പോഴാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാട്ടും ചെയ്യാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കടയിൽ നിന്ന് മേടിക്കണത് ഇടാം. അത് മോശമാണെന്നല്ല, അതും നല്ലതാണ്. അതിനകത്ത് ഒരുപാട് ഫേസ് മാസ്കുകൾ, സിറംസ്, ഹെയറിലിടുന്ന പാക്കൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന മാസ്കുകളൊക്കെ ഉണ്ട്, നല്ല മാസ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി DIY ഇടുമ്പോൾ ഇത്തിരി കൂടെ എനിക്ക് മുടിക്ക് ഇച്ചിരി കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ എന്താ പറയുക, ഹെയർ പാക്ക് ഇട്ടാൽ മാത്രമേ നമ്മുടെ മുടി നല്ലതായിട്ട് ഇരിക്കുള്ളൂ എന്ന രീതിയിലോട്ട് മാറും. ഇത് യൂസ് ചെയ്താലേ രസമുള്ളൂ, അതിലോട്ട് ഡിപ്പെൻഡ് ആയി പോണ പോലെ തോന്നാറുണ്ട് എനിക്ക് മുടിയും സ്കിന്നൊക്കെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്തിനാ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ 70% ഓർ 80% ആളുകൾ പുതിയ ആളുകളാണ്. നിങ്ങളെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത? ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടി ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ്, സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.